നമ്മളുടെ കോഫി വിത്ത് ബാലാജി എന്നുള്ള സെഗ്മെൻറ്റിൽ ഇന്ന് നമ്മൾ നിങ്ങൾക്കൊക്കെ വളരെ ഇഷ്ടമുള്ള ഒരു അമ്മയാണ് ഞാൻ നിങ്ങളുടെ മുമ്പിൽ കൊണ്ടുവരാൻ പോകുന്നത്. ഞാനിപ്പം ഒരു പടം സംവിധാനം ചെയ്യുന്നത് വിചാരിക്കും, മീഡിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഡിസ്കോ ഡാൻസ് കളിക്കുന്ന ഒരു വേഷമുണ്ട്. ഞാൻ ഇനി കടാന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. കടാന്ന് ഉത്തരം പറയണം. ദേഷ്യം വരാറുണ്ടോ? വരും. എപ്പോ? അഹങ്കാരം ഉണ്ടോ? ഞാൻ ഭയങ്കര നടിയാണ് എന്ന് പറഞ്ഞാൽ ഞാൻ ആരുമല്ല, എന്റെ കൂടെ നിൽക്കുന്നവരാണ് എന്റെ ബലം. സിനിമ സീരിയലായാലും ശരി, പൈസ എനിക്ക് ഇത്ര രൂപ കിട്ടണം, ഈ പൈസ കിട്ടില്ലെങ്കിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് കട്ടിയിട്ടുണ്ടോ? വേണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ അങ്ങനെ നാടകത്തിലൊക്കെ തിമിർത്ത് ആടി ഇപ്പോൾ മലയാള സിനിമയിൽ വന്നിട്ട് സ്റ്റേറ്റ് അവാർഡുകൾ വാരിക്കൂട്ടിയ നമ്മുടെ സ്വന്തം സേതുലക്ഷ്മി അമ്മ, എൻ്റെ അമ്മയായിട്ട് ഇപ്പം ഒരു സീരിയലിൽ അഭിനയിച്ചുകൊണ്ടിരിക്കുകയാണ് അല്ലേ? എങ്ങനെയുണ്ട്? സീരിയൽ അഭിനയമാണോ നല്ലത്, സിനിമ അഭിനയമാണോ നല്ലത്? എന്ന് വെച്ചാൽ അഭിനയം എല്ലാം ഒരേപോലെ തന്നെ. അഭിനയം, സിനിമയും സീരിയലും നാടകം എല്ലാം. പക്ഷെ ഞാൻ നാടകം കളിക്കുന്നു എന്നുള്ളത് സിനിമാക്കാർ പലരും പറഞ്ഞിട്ടുണ്ട്. കണ്ട, നാടകത്തിന്റെ ഗുണമാണ് ഈ അഭിനയം എന്ന് പറഞ്ഞിട്ടുണ്ട്. നാടകത്തിൽ നമ്മൾ കൂട്ടി അഭിനയിക്കണം എന്ന് പറയുന്നത് ശരിയാണ്. അല്ല, അഭിനയം പഠിക്കാം, എന്നിട്ട് സിനിമയിൽ നമുക്ക് ഇത്രേ ആകാവൂ എന്ന് അവർ പറഞ്ഞു തരുമ്പോൾ അത് പഠിച്ചെടുക്കാനൊരു സാമർഥ്യം വേണം. അതാണ് തന്നെ. നാടകം ഓവറായിട്ട് കാണിച്ചാലേ ജനങ്ങൾക്ക് കാണാൻ പറ്റൂ. സിനിമയിൽ വരുമ്പോൾ അത് പാടില്ല. ആദ്യം എനിക്കതുണ്ടായിരുന്നു. ആദ്യം ഓവർ ആക്ടിങ്. ഞാനൊരു കാര്യം ചോദിച്ചോ, ചേച്ചി ഭയങ്കര ഡാൻസറാണെന്നൊക്കെ പറഞ്ഞു കേട്ടു. ഡാൻസിന്റെ കൊച്ചു സമയങ്ങളിൽ ഈ നാടകമൊക്കെ ചേച്ചി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ഒരുപാട് പ്രണയം ചേച്ചിക്ക് സംഭവിച്ചിട്ടുണ്ട് എന്ന് ഞാൻ പറഞ്ഞാൽ അതിനെ എതിർക്കാൻ ചേച്ചിക്ക് പറ്റുമോ? എന്നെ ചെറു പ്രായമല്ലേ, അപ്പൊ പ്രണയം സാധാരണയാണ്. പ്രണയിച്ചെന്നിരിക്കും. ഇപ്പൊ പ്രണയിച്ചിട്ടില്ല എന്ന് പറയുന്നതൊക്കെ പെണ്ണുങ്ങൾ വെറുതെയാണ്. നമ്മുടെ മനസ്സിൽ ഓരോരോ ഇതുണ്ടാവും. പ്രണയം, പ്രേമം, അതാ ലവ്, അത് അത്യാവശ്യമുള്ള കാര്യം തന്നെയാണ്. ആ ചേച്ചി പ്രണയിക്കുന്ന അതായത് ഞാൻ അങ്ങനെ നമ്മൾ വളരെ വർഷം മുമ്പ്, ചേച്ചിയുടെ പ്രായം ഞാൻ ഇവിടെ വെളിയിൽ പറയുന്നില്ല, വളരെ ചെറുപ്പമാണ് 19 കഴിഞ്ഞതേ ഉള്ളൂ. നമ്മളൊരു സീരിയലിലാണോ സിനിമയാണെന്ന് എനിക്ക് ഓർമ്മയില്ല, അഭിനയിച്ചുകൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഇങ്ങനെ തുള്ളണ ഒരു സീൻ വന്നിട്ട് ഭയങ്കരമായിട്ട് തുള്ളി. അത് 3 മണി പറഞ്ഞു. ഭയങ്കര എനർജറ്റിക് ആണ്, നിങ്ങൾ വിചാരിക്കുന്ന ആളൊന്നും അല്ല. അതായത് ഞാൻ വേറൊരു കാര്യം ചേച്ചിനെ ശ്രദ്ധിച്ചിരുന്നറിയാം, നമ്മൾ സാധാരണ അഭിനയിക്കുന്നതിന് മുമ്പ് നമ്മൾ പ്രിപ്പയർ ചെയ്യും, ഡയലോഗൊക്കെ പറഞ്ഞ് പഠിച്ച് റെഡി ആയിട്ട് പോകും. ഇതല്ല, ഇത് അഭിനയിച്ച് കഴിഞ്ഞിട്ട് അതിനെ വീണ്ടും ഒന്നുകൂടെ മാറിപ്പോയിരുന്നത്. ശരിയായോ തെറ്റായോ എന്നാണ്. അയ്യോ ഇങ്ങനെ ആക്കാമായിരുന്നല്ലോ, എനിക്ക് വീണ്ടും തോന്നും. കുറെ കൂടെ ഇങ്ങനെ, അയ്യോ അതായിരുന്നു വേണ്ടത്, എനിക്ക് അങ്ങനെ തോന്നിയിട്ടുണ്ട്. ഈ ഹൗ ഓൾഡ് ആർ യു എന്നുള്ള ഞാൻ സിനിമയിൽ ആണ് അവാർഡ് കിട്ടിയത്. പക്ഷെ നമ്മളെയൊക്കെ വിസ്മയിപ്പിച്ച ഒരു പെർഫോമൻസ് എന്ന് പറഞ്ഞാൽ ലെഫ്റ്റ് റൈറ്റ് ഒരു സാധനം. എല്ലാവരും പറഞ്ഞു ലെഫ്റ്റ് റൈറ്റിലെ ഒരു ഡയലോഗ് ഓർമ്മയുണ്ടോ? ഏതെങ്കിലും ഒന്ന് പറയാം. അവൻ്റെ അച്ഛൻ പണ്ട് കറണ്ട് ഓഫീസിലെ മാനായിരുന്നു, ജീവിക്കാൻ അറിഞ്ഞുകൂടാത്ത ഒരു മനുഷ്യൻ. സിനിമാ പ്രാന്തനെന്ന് പറഞ്ഞ സുമാരൻ്റെയും ജയൻ്റെയും ഏത് പടം വന്നാലും എന്നെ മോളെയും വലിച്ചെടുത്തോണ്ട് പോകും. അങ്ങനെ പണ്ട് അങ്ങാടി എന്നും പറഞ്ഞ് സിനിമാ പടം ഇറങ്ങിയപ്പോൾ എന്നെ എൻ്റെ മോളെയും, അന്ന് അവർക്ക് 7 or 8 വയസ്സ്, വയറ്റിലിട്ടുണ്ടാ പോയത്. എൻ്റെ പൊന്നുമോനെ, അതങ്ങോട്ട് കണ്ടത് എൻ്റെ കാലിൻ്റെ പെരുവരലി എന്നൊരു രോമാഞ്ചം അങ്ങോട്ട് കയറി. അത് രോമാഞ്ചം അല്ലായിരുന്നു, വയറ്റുനോവായിരുന്നു. അപ്പം തന്നെ എന്നെ വിളിച്ചുകൊണ്ട് ഡോക്ടറെ അടുത്ത് പോയി. ആശുപത്രി ചെന്ന് കയറിയതും പെട്ടതും ഒരുമിച്ച്. അപ്പം തന്നെ പേര് വിട്ട്. നമുക്കൊക്കെ സത്യം പറഞ്ഞാൽ ഇപ്പോൾ ഉള്ള ഡയലോഗ്, ഇപ്പോൾ അഭിനയിച്ചുകൊണ്ടിരിക്കുന്ന ഡയലോഗ് പറഞ്ഞാൽ പോലും ഓർമ്മയില്ല. പക്ഷെ ഇതെങ്ങനെ ഇത് മറക്കാതെ? അല്ല, അതെൻ്റെ മനസ്സിൽ നിന്ന് മാറത്തില്ല. കാരണം ഞാനത് ആദ്യമായിട്ടൊരു നല്ല പടം, സത്യം. വേറെ എല്ലാ പടം അഭിനയിച്ചതൊക്കെ രസതന്ത്രം വിനോദം എല്ലാം, പക്ഷെ എനിക്ക് അതിലങ്ങോട്ട് ക്ലിക്കാവാൻ കഴിഞ്ഞു. എന്നെ ദൈവം എൻ്റെ തലയിലെഴുത്തി എൻ്റെ തലവര മാറ്റിയത് ആ ഒരു പടമാണ്. അത് ഞാൻ ശരിക്കും ഇരുന്ന് പഠിച്ച് തന്നെ പറയുകയായിരുന്നു. പ്രോമിറ്റൊന്നും ഇല്ല എനിക്ക്. പ്രോമിറ്റിംഗ് അല്ലെങ്കിൽ പുലിക്കുട്ടിക്ക് പ്രോമിറ്റിംഗ് ഒന്നും വേണ്ട. ചേച്ചി ഈ ലെഫ്റ്റില് ചേച്ചി അന്ന് എനിക്ക് ഓർമ്മയുണ്ട്. കാരണം പണ്ട് സത്യനന്ദിക്കാടിൻ്റെ ഏതോ ഒരു സിനിമയിൽ ചെറിയൊരു സിസ്റ്ററായിട്ടോ അല്ലെങ്കിൽ ഹൗസ് വാർഡനായിട്ടോ ചെറിയ വേഷങ്ങളൊക്കെ ചേച്ചി ചെയ്തിട്ടുണ്ട് പഴയ പടങ്ങളിൽ. അതായത് പണ്ട് ഇതിന് വരുന്നതിന് മുമ്പ്. നമുക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ ലെഫ്റ്റിന് ശേഷമുള്ള ചേച്ചിയുടെ കഥാപാത്രങ്ങളാണ്. ലെഫ്റ്റിൽ എങ്ങനെയാണ് ചേച്ചിക്ക് വേഷം
അതൊരു വലിയ സംഭവമാണ്. അവർ വേറെ ആരെയൊക്കെ നോക്കിയെന്ന് പറയുന്നത്. പക്ഷേ അപ്പോൾ എനിക്കൊരു വിളി വരുന്നത് ഞാൻ പറഞ്ഞു ഇങ്ങനെ ഇന്ദ്രജിത്തിൻ്റെ കൂടെ അഭിനയിക്കാനാണ്, അമ്മയായിട്ട് അഭിനയിക്കാനാണ്, പെട്ടെന്ന് വരണമെന്ന് പറഞ്ഞു. നമ്മൾ ഇൻ്റർവ്യൂവിനൊക്കെ എനിക്കുള്ള ഭയമാണ്, എനിക്കതൊന്നും എനിക്ക് പറ്റത്തില്ല, ഞാൻ വരത്തില്ലെന്ന് പറഞ്ഞു. നിങ്ങൾ പെട്ടെന്ന് ഇങ്ങോട്ട് വരണമെന്ന് പറഞ്ഞു. അതിലെനിക്ക് ചാൻസ് കിട്ടുന്നത് ലെന എന്ന് പറഞ്ഞ ഒരു ആർട്ടിസ്റ്റാണ്. നമ്മുടെ ലെന റെക്കമെൻഡ് വെച്ചാൽ അവിടെ പലരെയും കൊണ്ടുവന്ന് ശരിയായില്ലെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ പിന്നെ അവർ ഇങ്ങനെ ഒരു ചിന്താക്കുഴപ്പത്തില്ല പറഞ്ഞു, ഞാനൊരു ആർട്ടിസ്റ്റിനെ പറഞ്ഞു തരാം, എൻ്റെ കൂടെ പാട്ടുകളുടെ പാട്ടെന്ന പാട്ടത്തിൽ എന്നെ സിനിമ സീരിയലിൽ എൻ്റെ കൂടെ ഞാൻ കൊച്ചുമോളായിരുന്നു, അങ്ങനെ അഭിനയിച്ച വേഷമാണ്. എനിക്ക് 100% വിശ്വാസമാണ്. നിങ്ങളെ വിളിച്ച് നോക്കും. ഓക്കെ, ഞാൻ ചെന്നപ്പോഴും ഞാൻ ഇങ്ങനെ കുറച്ചുമോളാണ് ഇൻ്റർവ്യൂ ഒക്കെ എനിക്ക് പേടി, സിനിമയും പേടിയാണ്. അങ്ങനെ എനിക്ക് ദൈവം അവിടെ വെച്ച് എൻ്റെ തലവരെ മാറ്റി എന്നെ. അല്ലെങ്കിൽ ഞാൻ ഇന്നും പുലിക്കുട്ടി അങ്ങനെ ഇഷ്ടം പോലെ നല്ല കിടുക്കാച്ചി വേഷങ്ങൾ നമുക്കറിയാം. കൂടെ അഭിനയിക്കുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിഗംഭീരമാണ്. ഗിവ് ആൻഡ് ടേക്കിൽ ഉസ്താദാണ്. അതിനുശേഷം നമ്മൾ അവാർഡ് കിട്ടിയ സിനിമയാണ്, അതായത് ബെസ്റ്റ് സപ്പോർട്ടിംഗ് ആക്ടറിനുള്ള അവാർഡ് കിട്ടിയ സിനിമ ഹൗ ഓൾഡ് ആർ യു. ഹൗ ഓൾഡ് ആർ യുവിൽ ഇത് ലെഫ്റ്റ് കണ്ടിട്ട് വിളിച്ചായിരിക്കും. കണ്ടിട്ട് വിളിച്ച മഞ്ജു എന്ന് പറയുന്ന അതുല്യ പ്രതിഭ, അവരുമായിട്ടുള്ള അസോസിയേഷൻ എങ്ങനെയാണ്, അവരുമായിട്ടുള്ള ബന്ധം, അവരുമായിട്ട് അഭിനയിച്ചപ്പോൾ എങ്ങനെ ഫീൽ ചെയ്തു? എനിക്ക് അഭിനയിക്കേണ്ടതെന്നുമുണ്ട്. മഞ്ജുവിൻ്റെ കൂടെയാണ്, മഞ്ജുവിൻ്റെ തിരിച്ചു വരവാണ് എന്നല്ല പറഞ്ഞ് അഭിനയിക്കണമെന്നുണ്ട്. അഭിനയിക്കേണ്ട, അവരെത്ര വലിയവരാണ്. ഒരു എൻ്റെ ഒരു മകളുടെ പ്രായം എന്ന് തന്നെ പറയാം. അങ്ങനെ ഞാൻ അവരോട് അഭിനയിക്കുമ്പോൾ എങ്ങനെ നിന്ന് അഭിനയിക്കുന്നത് എനിക്ക് ഭയങ്കര പേടിയാണ്. എന്തായാലും ആ സിനിമയുടെ കൂടെ ഉള്ള ഒരു ആവേശം കൊണ്ട് ഞാൻ എന്തായാലും പോയപ്പോൾ ഞാനിങ്ങനെ നിൽക്കുമ്പോഴത്തേക്ക് ഇങ്ങോട്ട് ഓടി വന്നിട്ട് എന്നെ വന്നിങ്ങനെ കെട്ടിപ്പിടിച്ച്, എൻ്റെ താരാൻ്റെ ഇത്രയും നാൾ എവിടെ ഇരിക്കുകയായിരുന്നു, ഇതിനു മുമ്പൊക്കെ സിനിമയിൽ വരേണ്ടതെന്നാന്ന് ചോദിച്ചു. അപ്പോൾ ഇതിനെ ഒരു ജാടയോ എൻ്റെ ജീവിതത്തിൽ ഞാൻ കണ്ടിട്ടില്ല ഇങ്ങനത്തെ ഒരു ആർട്ടിസ്റ്റിനെ. സത്യം ഡൗൺ ടു എർത്താണ്. എനിക്കും അറിയാം, നമ്മൾ ഈ മഞ്ജുവിനോട് ഞാൻ 2 സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്. മോഹൻലാൽ എന്ന് പറഞ്ഞൊരു പടം അഭിനയിച്ചിട്ടുണ്ട്. പിന്നെ മോഹൻലാൽ അഭിനയിച്ചു. പിന്നെ ഒരു പടം കരിങ്കുന്നം ഭയങ്കര ഡൗൺ ടു എർത്ത് ആയിട്ടുള്ള ഒരു ആളാണ് മഞ്ജു. അതുമല്ല ഒരു എക്സ്ട്രാ ഓർഡിനറി ആക്ട്രസ്. അപ്പോൾ 2 പേരും കൂടെ ആയപ്പോഴത്തേക്കും ഭയങ്കര കോമ്പറ്റീഷൻ ആയിരുന്നു നിങ്ങൾ തമ്മിലല്ലേ. ഒരു ഗിവ് ആൻഡ് ടേക്ക് ഉണ്ടായിരുന്നു, അത് ഗംഭീരമായിരുന്നു. പിന്നെ അവാർഡുകൾ ഇവിടെ മാത്രമല്ല, നാടകത്തിലും ഇഷ്ടം പോലെ വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ട്. നാടകത്തിൽ എത്ര അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്? പെട്ടെന്ന് ഞാൻ ചോദിക്കും, എത്ര അവാർഡ് കിട്ടിയിട്ടുണ്ട്? ഏതൊക്കെ പ്രായത്തിലായിരുന്നു 4 അവാർഡ് കിട്ടിയത്? 1 കിട്ടി, 2 കിട്ടി, 3 കിട്ടി, 4 കിട്ടി, ഒരുമിച്ച് തന്നെ ഓരോരോ വർഷം. ഏതൊക്കെ നാടകങ്ങളിലായിരുന്നു? ഒന്ന് ഭാഗ്യജാതകം, ഒന്ന് മൺകോലങ്ങൾ, ഒന്ന് തിരാവിഡ വൃത്തം, ഒന്ന് ചിന്നപ്പാപ്പൻ. 4ലും നായികയായിരുന്നു? അല്ലല്ല, എനിക്ക് നായിക എന്ന് പറഞ്ഞൊരു വേഷം എൻ്റെ ജീവിതത്തിൽ അഭിനയിച്ചിട്ടില്ല. ഞാൻ കൊച്ചിലേ അഭിനയിച്ചിട്ടില്ല. അന്നും അമ്മയും ഇല്ലത്തി കോമഡിയൊക്കെ തന്നെയായിരുന്നു. ഇന്നും അതൊക്കെ തന്നെ. അന്നും അതൊക്കെ തന്നെ. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, ഇപ്പൊ ഇതിനകത്ത് ഇപ്പൊ വരുന്നൊരു സീരിയലുണ്ട് മൗനരാഗം എന്ന് പറഞ്ഞിട്ട്. അല്ലാതെ ഉള്ള ഒരുപാട് സിനിമകളിലും ചേച്ചി കോമഡി ഹ്യൂമർ നേച്ചറൊക്കെ ആയിട്ടാണ് ചെയ്യുന്നത്. ഇതിനകത്ത് ഭയങ്കര ഒരു വൃത്തികെട്ട ഒരു സ്ത്രീയായിട്ട് അഭിനയിക്കുന്നത്. അതൊക്കെ ശരിക്കും വൃത്തികെട്ടുള്ള സ്ത്രീയാണോ? സത്യം പറ. എല്ലാവരും പറയുന്നത് അമ്മയെ ഞങ്ങൾക്ക് അങ്ങനെ കാണാൻ പറ്റുന്നില്ല. അമ്മയ്ക്ക് ഇതും അറിയാമോ, ഞങ്ങളുടെ ഒരു അമ്മയായിട്ടാണ് കണ്ടത്. അമ്മ ഒരു എന്താണ് അമ്മയെക്കുറിച്ച് പറയുന്നതെന്ന് എനിക്കറിയില്ല. അപ്പം ഞാൻ പറയും, മക്കളെ അങ്ങനെ മാത്രം ഒരു വേഷത്തിൽ മാത്രം ഒതുങ്ങിയെന്ന പാട്ടുകളുടെ പാട്ട് മറ്റത് മറിച്ചത് ഇതിലൊക്കെ ഞാനിങ്ങനെ ഒരു എല്ലാം കൂടെ അഭിനയിക്കുന്നുണ്ട്. അപ്പോൾ ഈ വില്ലത്തിയായിട്ട് അഭിനയിച്ചപ്പോൾ അവർക്ക് വെറുക്കണമെന്ന് തന്നെ തോന്നിയത്. ഇപ്പോൾ ഈ കൊറോണ ഒക്കെയാണ്. സത്യം പറഞ്ഞാൽ കൊറോണ വന്നതിൽ ചേച്ചിയുടെ അടുത്ത് കൊറോണ വരൂല, കാരണം ചേച്ചി ഓട്ടിച്ചു വിടും നമുക്കറിയാം. എങ്കിലും ഈ കൊറോണ വന്നപ്പോൾ നമ്മുടെ സിനിമാ മേഖലയൊക്കെ ആകപ്പാടെ പ്രതിസന്ധിയിലായി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടയ്ക്ക് കേട്ടു, ആരോ പറയുന്നത് കേട്ടോ, എനിക്ക് അറിഞ്ഞൂടാ വാസ്തവം, ചേച്ചി ഇനിയിപ്പം സിനിമകളൊന്നും അധികം ഞാൻ ചെയ്യുന്നില്ല, എനിക്ക് വീട്ടിൽ നിൽക്കണം, എനിക്ക് സീരിയൽ ചെയ്യണം, എന്തായാലും വല്ല വാസ്തവം ഉണ്ടോ? അത് നമ്മളെ പ്രായം 17 വയസ്സായി. പ്രായം നമുക്ക് പറയണ്ട. അപ്പം നമ്മൾ ഈ കാലഘട്ടത്തിനനുസരിച്ച് നമ്മളൊന്ന് ഒതുങ്ങണമല്ലോ എന്ന് എനിക്ക് തോന്നി. ദൂരവാദം ഉള്ള ഒരു 2-3 സീരിയൽ ഉണ്ടെങ്കിൽ സുഖമായിട്ട് ജീവിച്ചു പോകാനുള്ളത്. ഞാൻ അന്തം വിട്ട ഒരു കാര്യം എന്നറിയാമോ, ഇഷ്ടംപോലെ വർക്കുണ്ട്, ഇപ്പോഴും അഭിനയിക്കാനുള്ള ത്വര മാറിയിട്ടില്ല. അപ്പം ഞാൻ ഇന്നലെ കോമഡി സ്റ്റാർസിൽ ഒരു ഗസ്റ്റായിട്ട് പോയി. അപ്പോൾ എൻ്റെ അടുത്തൊന്ന് ചോദിക്കുകയാണ്, എന്ത് ചോദിച്ചു, അവിടെ പെണ്ണുങ്ങളില്ലേ, അവിടെ പെണ്ണുങ്ങളില്ലേ, എന്നെ കൂടെ വിളിക്കാൻ പറയാൻ, എന്നെ വിളിക്കാൻ പറയുന്നുണ്ടായിരുന്നു. അത്രയ്ക്ക് ആഗ്രഹമാണ് അഭിനയിക്കാനുള്ള ആഗ്രഹം. അതുപോലെ രാവിലെ കൊണ്ടിരുത്തി വൈകുന്നേരം രാത്രി ആയാലും ആ വിഗ്, ഇതിപ്പോൾ വിഗ്ഗാണ് വെച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നല്ല കറുത്ത മുടിയാണ്, ഈ വിഗ്ഗൊക്കെ വെച്ചുകൊണ്ട് വന്നിരുന്നു കഴിഞ്ഞാൽ ഈ സീൻ കഴിഞ്ഞാലേ എടുക്കത്തുള്ളൂ. അതുവരെ ആ ഡയലോഗും പറഞ്ഞ ഒരു മൂലയ്ക്കകത്ത് അത്രയും ആഗ്രഹം. സത്യം പറഞ്ഞാൽ
ഞാൻ സത്യം പറഞ്ഞ സുകുമാരി അമ്മയായിട്ട് അഭിനയിച്ചിട്ടുണ്ടോ? ഉണ്ട്. സുകുമാരി അമ്മയായിട്ട് ഞാൻ അഭിനയിച്ചുകൊണ്ടിരിക്കുമ്പോൾ സുകുമാരി അമ്മ ഒരു ഷോട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ തന്നെ നിൽക്കും, പോയിരിക്കില്ല. അപ്പോൾ ഞാൻ അമ്മ പോയി ഒന്ന് റെസ്റ്റ് എടുക്കാമ്മ എന്ന് പറയുമ്പോൾ അവർ ഇല്ലമ്മ സീൻ മുടിഞ്ഞൊക്കെ, അപ്പോൾ സീൻ കഴിഞ്ഞതിന് ശേഷം ഞാൻ പോകുന്നുള്ളൂ അമ്മ, നമ്മൾ അവിടെ തന്നെ നിൽക്കണം. പഴയ ആൾക്കാരുടെയൊക്കെ ചില സാധനങ്ങൾ കണ്ട് പഠിക്കേണ്ടതാണ്. അതുപോലെ പഴയ തലമുറയിൽപ്പെട്ട എന്നാൽ നമ്മുടെ പുതുതലമുറയുടെ രോമാഞ്ചമായ സേതുലക്ഷ്മി ചേച്ചിയും അങ്ങനെ തന്നെയാണ്. ഒരിക്കലും എനർജറ്റിക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേച്ചിയുടെ കൂടെ ഒന്ന് അഭിനയിക്കുമ്പോൾ കിട്ടുന്ന വൈബാണ്, പോസിറ്റീവ്. അതുപോലെ തന്നെയാണ് എനിക്ക് കൂടെ നിൽക്കുന്നവർ താഴെ ഡൗൺ ആവുന്നത് എനിക്ക് ഒട്ടും ഇഷ്ടമല്ല. എന്നെ വിളിക്കുമ്പോൾ തന്നെ ഞാൻ ഓരോരുത്തരും ചോദിക്കുക ആരാ, അല്ല അത്ര ചോദിക്കാറൊന്നും ആയില്ല, നാടകത്തിന് പ്രത്യേകം ചോദിക്കുക ആരാണ് കൂടെ അഭിനയിക്കുന്നത്, കുറച്ചുകൂടെ എടുക്കാൻ എനിക്ക് കുറച്ചുകൂടെ ഒരാളിനെ എടുക്കാൻ എനിക്ക് കൂടെ നന്നായിരിക്കും. അപ്പം എന്നേക്കാൾ നല്ലവരാണ് എൻ്റെ കൂടെ നിന്നിട്ടുള്ളതില്ല. അതാണ് എൻ്റെ കഴിവ്, ഇത്രയാകാൻ കഴിയും. എനിക്കതാണ് ഇപ്പോഴും അതുപോലെ തന്നെ. സിനിമയ്ക്കും അതുപോലെ തന്നെ. ഇന്ദ്രജിത്തിൻ്റെ അവർ, മഞ്ജു വാര്യർ, മോഹൻലാൽ, മമ്മൂട്ടി, സണ്ണി വെയിൻ, ഇവരൊക്കെ ആരാണ്? അപ്പോൾ അവരോടൊപ്പം നമുക്ക് അതുപോലെ നമുക്കൊക്കും. സീരിയലും അതുപോലെ തന്നെ. ബാലാജി സിനിമയിലും ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മൾ സിനിമയിലും ചെയ്തിട്ടുണ്ട്. അപ്പം അങ്ങനെ ആകുമ്പോഴത്തേക്ക് കൂടെ നിൽക്കുന്നവരാണ് എൻ്റെ സത്യം. അവാർഡ് വാങ്ങിച്ചതും അങ്ങനെ തന്നെയാണ്. ഞാനിപ്പം ഒരു പടം സംവിധാനം ചെയ്യുന്നത് വിചാരിക്കാം, മീഡിയൊക്കെ ഇട്ടുകൊണ്ട് ഒരു ഡിസ്കോ ഡാൻസ് കളിക്കുന്ന ഒരു വേഷം ചെയ്യോ? ഏത് വേഷമായാലും ഞാൻ ചെയ്യും. ചേച്ചി, ഞാൻ ഒരു കാര്യം ചെയ്യട്ടെ, ചേച്ചിയുടെ ഒരു റോൾ മോഡലായിട്ടുള്ള ഒരു നടി എന്ന് പറയുന്നത് സുകുമാരി അമ്മയാണോ? ആരാണ് ചേച്ചിക്ക് ഏറ്റവും പഴയ കാലത്ത് നടിമാരിൽ ഇഷ്ടമുള്ളത്? എനിക്ക് സത്യം പറഞ്ഞാൽ ഞാൻ അവൻ്റെ അച്ഛൻ ആ ഡയലോഗ് പഠിച്ചത് KPSC വരെ കണ്ടിട്ടുണ്ട്. സുകുമാരി അമ്മ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ലളിതമ്മയെ കണ്ടിട്ടാണ് ഞാൻ അവരൊരു വേഷം ചെയ്യുന്നത്. ഞാൻ പറയും ലളിതമ്മ അഭിനയിക്കുമ്പം സീരിയൽ വരുമ്പോൾ എന്നെ, അല്ല TV വരുമ്പോൾ എന്നെ വിളിക്കണേ, മമ്മിയുടെ ഇഷ്ടപ്പെട്ട ആൾ വന്നതാ വന്നു നോക്കുമ്പോൾ കാണിച്ച ഇതാണ്. എൻ്റെ അച്ഛൻ പണ്ട് അത് വന്ന് ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നു. അപ്പോൾ ഞാൻ ചോദിക്കും എനിക്ക് അങ്ങനെ പറഞ്ഞത് നല്ലതാണല്ലോ ഓർമ്മയിൽ വന്ന് അങ്ങനെ. അതുകൊണ്ട് എനിക്ക് അവരെ മറക്കാൻ പറ്റില്ല. അപ്പോൾ ലളിതാമായിട്ട് നമ്മളെല്ലാം കൊണ്ട് ഒരു പ്രത്യേകം നടൻ ലളിതാമായിട്ട് ഇത് പറയാറുണ്ട്, പറഞ്ഞു. അപ്പോൾ എന്തായാലും തിരിച്ചുള്ള റെസ്പോൺസ്? ചിരിച്ചു. അങ്ങനെയാണല്ലേ എന്ന് പറഞ്ഞാൽ അതുപോലെ എനിക്ക് ഇതൊക്കെ തന്നിട്ടുണ്ട്. പൊന്നാടയാണ് ഈ സിനിമയിൽ വരുന്നതിന് മുമ്പ് നാടകത്തിന് വേണ്ടി. ലൊക്കേഷനിലൊക്കെ ചുമ്മാ ഇരിക്കുമ്പോൾ ചേച്ചി ഇരുന്ന് പാടുന്നത് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരു വരി 2 വരി ചേച്ചിക്ക് അറിയാന്നുള്ള ഒരു പാട്ട് കാച്ചിയാലേ പറ്റൂ. എനിക്കാണെങ്കിൽ അങ്ങനെ ഒരു പാട്ടെന്ന് പറയാൻ എനിക്കൊന്നും അറിഞ്ഞൂടാ. എന്നാലും ഞാൻ ഈ ഭക്തിഗാനങ്ങളാണ് പാടുന്നത്. കണി കാണും നേരം കമല നേത്രന്റെ നിറമേറും മഞ്ഞ തുകിൽ ചാർത്തി കനക കിങ്ങിണി വളകൾ മോതിര അണിഞ്ഞു കാണണം ഭഗവാനെ. ഞാൻ ഇനി കടന്ന് കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. കടാന്ന് ഉത്തരം പറയണം. ദേഷ്യം വരാറുണ്ടോ? വരും. എപ്പോഴെന്ന് പറഞ്ഞാൽ എനിക്ക് സീരിയലിന് ഒരു 5 മണി കഴിയുമ്പോൾ ദേഷ്യം വരാൻ തുടങ്ങും. സമയമാണ് 5 മണി കഴിയുമ്പോൾ. 5 മണി കഴിയുമ്പോൾ എനിക്ക് എന്തൊക്കെ വീട്ടിൽ പോകണം, കാല് നിവർന്ന് രാവിലെ തൊട്ട് എടുത്ത് കഴിയുമ്പോൾ അപ്പോൾ എനിക്ക് വീട്ടിൽ പോകണം തോന്നും. എന്നാലും ദേഷ്യം വന്നാലും ഞാൻ അതൊന്നും കാണിക്കത്തൊന്നുമില്ല. കൂടെ എനിക്ക് പോകണം, വീട്ടിൽ എന്നെ എപ്പോൾ വിടും ഇങ്ങനത്തെ ചോദ്യങ്ങളേ ഉള്ളൂ. അല്ലാതെ ഞാൻ ചോദിക്കട്ടെ, പൈസയുടെ പേര് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും വേഷം ചേച്ചി കട്ടിയിട്ടുണ്ടോ? അതായത് വേണ്ടാന്ന് വെച്ചിട്ടുണ്ടോ? സിനിമയും സീരിയലായാലും ശരി, പൈസ എനിക്ക് ഇത്ര രൂപ കിട്ടണം, ഈ പൈസ കിട്ടില്ലെങ്കിൽ അഭിനയിക്കില്ല എന്ന് പറഞ്ഞ് കട്ടിയിട്ടുണ്ടോ? വേണമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ സിനിമ ഉപേക്ഷിച്ചിട്ടുണ്ട്. അതിനിപ്പോൾ ഞാൻ സങ്കടപ്പെടുന്നു. ഈ കൊറോണയായിട്ട് വീട്ടിൽ ഇരുന്നപ്പോഴത്തേക്ക് ഞാൻ ചിന്തിച്ച് ഞാൻ തീരുമാനം എടുത്തു. ഇനി ആര് തന്നെ വിളിച്ചാലും എന്നെ നിങ്ങൾക്കറിയാം, എൻ്റെ അടുത്ത് വില പേശരുത്, നിങ്ങൾ അതിൻ്റെ മനോധർമ്മമായിട്ട് നിങ്ങൾ ചെയ്യൂ, അത് പറയാൻ തീരുമാനിച്ചു. കാരണം അത്ര പെട്ടില്ലേ ഞാൻ. ശരി, അഹങ്കാരം ഉണ്ടോ? ഞാൻ ഭയങ്കര നടിയാണ് എന്ന് അയ്യേ, ഞാൻ ആരുമല്ല, എൻ്റെ കൂടെ നിൽക്കുന്നവരാണ് എൻ്റെ ബലം. ഞാൻ ഒരു അഹങ്കാരവും ഇല്ല. എനിക്ക് വലിയ നടിയാണെന്ന് എനിക്കില്ല. വലിയ നടി ആയിട്ടില്ല ആരും ലോകത്ത്. ഒരു വലിയ നടനോ വലിയ നടിയോ ആയിട്ടില്ല. അഭിനയത്തിന് അവസാനമില്ല. പക്ഷേ ഞാൻ കേട്ടിട്ടുള്ള ചേച്ചി ഭയങ്കര ഇംഗ്ലീഷ് ആണെന്നാണ് ഏതോ ഒരു ഡയറക്ടർ പറഞ്ഞു. അതെന്താണ് ആ സംഭവം പറഞ്ഞത്? ഒരു ഡയറക്ടർ പറഞ്ഞു ചേച്ചിയിൽ നിന്ന് എക്സ്പെക്ട്, ചേച്ചി കുറച്ചുകൂടെ കോൺഫിഡൻസ് വേണം. അത് എന്നെ ഒരു സിനിമയ്ക്ക് വിളിച്ചപ്പോൾ അന്ന് എൻ്റെ കൂടെ കൂട്ടത്തിനൊരു തന്നു. അപ്പോഴത്തേക്ക് എന്നെ വിളിച്ചിട്ട് പറഞ്ഞു എന്തെങ്കിലും തരാണ് വിളിക്കുന്നത്, അതാണ് മറ്റേന്നൊക്കെ പറഞ്ഞു. ഞാൻ പറഞ്ഞു അയ്യോ അതിന് ഞാൻ പറ്റിയ ആളല്ല, എനിക്ക് പ്രായമായി കുറച്ചുകൂടെ ഉണ്ട്, എനിക്ക് അത്ര ആ വേഷം അല്ലല്ലല്ല. ഡയറക്ടർക്ക്
നിങ്ങളിലൊരു കോൺഫിഡൻസ് ഉണ്ട്. ഞാൻ പറഞ്ഞു ഞാൻ ആ തരക്കാരിയല്ല. കോൺഫിഡൻസ് എനിക്ക് സിനിമ എന്ന് പറയുമ്പോൾ അങ്ങനെയൊക്കെയാണ് പണ്ടേ കേട്ടിട്ടുള്ളത്. ഇപ്പം വന്നപ്പോഴാണ് അങ്ങനെയൊന്നും ഇല്ലെന്ന് പറഞ്ഞത്. അതുകൊണ്ട് അങ്ങനെ ഡയറക്ടർക്ക് കോൺഫിഡൻസ് എന്നെ കിട്ടത്തില്ല. അതിന് നിങ്ങൾ വേറെ ഡയറക്ടർ കോൺഫിഡൻസ് എന്നെ കിട്ടത്തില്ല. അതുപോലെ ഞാൻ പറയട്ടെ, ഇവിടെ പറഞ്ഞിട്ടല്ലോ ചേച്ചിയുടെ ലെഫ്റ്റിലെ പെർഫോമൻസ്, അതിഗംഭീരമായ പെർഫോമൻസ് കണ്ടിട്ട് ഒരു ഡയറക്ടർ ചേച്ചിയെ വിളിക്കുന്നു. ഞാനിവിടെ ഉള്ളപ്പോൾ ചേച്ചിയെ വിളിക്കുന്നു. ചേച്ചി ഫോൺ അറ്റൻഡ് ചെയ്യുന്നു. വിളിച്ചത് വേറെ ആരുമല്ല, നമ്മുടെ സംവിധായകൻ മേജർ രവി സാറാണ്. ചേച്ചി വിചാരിച്ചത് ശ്രീജിത്ത് രവിനാണ്. എന്നിട്ട് ചേച്ചി പറഞ്ഞു കൊടുത്തേ. ഞാൻ പറഞ്ഞ് അയ്യോ സാറേ, അയ്യോ എൻ്റെ അഭിനയത്തിനെ കുറിച്ച് പുകഴ്ത്തണ്ട. ഞങ്ങൾ കുടുംബപരമായിട്ട് അഭിനയിക്കുന്നവരാണ്. നിങ്ങളും കുടുംബപരമായിട്ട് അച്ഛൻ്റെ ആ പെർഫോമൻസ് ഒക്കെ അത് തന്നെ മോനും ഗംഭീരമായിരുന്നു. ഞാനിങ്ങനെ നോക്കിയിരുന്നു പോയി. ചേച്ചിക്ക് എന്നെ മനസ്സിലായാലും തോന്നുന്നു. ഇല്ല, അതിലാ ഇതായിട്ട് അഭിനയിച്ച അവനല്ലേ? അല്ല ചേച്ചി, ഞാനൊരു ഡയറക്ടറാണ്, റൈറ്ററാണ്, മേജർ രവി. ഞാൻ പറയും എൻ്റെ പൊന്നു സാറ് ഡയറക്ടറാണെങ്കിൽ അടുത്ത പടം വിളിക്കുന്നെങ്കിൽ എന്നെ വിളിക്കണേ സാറേ, പൊന്നു സാറേ. എനിക്ക് ആള് തെറ്റിപ്പോയി. ഞാൻ വെപ്രാളം കൊണ്ട് ഇങ്ങനെ പടത്തിൽ അഭിനയിച്ച് ഇങ്ങനെ ആളുകൾ വിളിച്ചപ്പോൾ ഞാൻ അന്തം വിട്ടുപോയതുകൊണ്ടാണെന്ന് പറഞ്ഞ് പിന്നെ ഒരു പടത്തിൽ ഞങ്ങൾ എന്നെ കൂടെ അഭിനയിക്കുകയും ചെയ്തു. അതായത് മേജർ രവി സാർ വിളിച്ചപ്പോഴത്തേക്കും പറ്റിയത് ശ്രീജിത്ത് രവി വിചാരിച്ചിട്ട് ശ്രീജിത്ത് രവിയുടെ അച്ഛനായ ടി ജി രവിയാണ് ചേച്ചി പറഞ്ഞത്. നിങ്ങളും കുടുംബക്കാരായിട്ടുള്ള ചാനലിന് വേണ്ടി എടുത്തൊരു ഇന്റർവ്യൂവിൻ്റെ ഇടയിൽ കൂടെ എടുത്തിരുന്നു. ഒരു ഇന്റർവ്യൂ ആയിരുന്നു. ഇത്രയും നേരം ചേച്ചിയുമായിട്ട് സംസാരിക്കാൻ കഴിഞ്ഞതിൽ വളരെ സന്തോഷം. എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ പറഞ്ഞു. എങ്ങനെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ. ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. സബ്സ്ക്രൈബ് ചെയ്യണം എന്ന് പറഞ്ഞാൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തൊരു മണി അടിച്ചാൽ മാത്രമേ ചേച്ചി പോലുള്ള ആളുകളുമായിട്ടുള്ള ഇന്റർവ്യൂ നമുക്ക് കാണാൻ പറ്റും. സബ്സ്ക്രൈബ് ചെയ്ത് ഒരു മണിയും അടിക്കണം. താങ്ക് യു ചേച്ചി, വളരെ സന്തോഷം. എനിക്ക് വളരെ സന്തോഷം. ഇനി ഒരു 20 വർഷം കൂടെ, അതായത് ചേച്ചിയുടെ 40-ാം വയസ്സ് വരെ ചേച്ചിക്ക് ആരോഗ്യം ഉണ്ടാവട്ടെ. ഇനി ഒരുപാട് സിനിമകൾ ചെയ്യാൻ പറ്റട്ടെ. സന്തോഷം ഉണ്ടാവട്ടെ. ഈ പ്രോഗ്രാം നിങ്ങൾക്ക് ഇഷ്ടമായാൽ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്.